അങ്ങനെ മാറിമറിഞ്ഞ ഒരുപാട് ട്വിസ്റ്റുകൾക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തു. AICCയിലെ നേതാക്കളാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊന്നും ജനങ്ങൾ എത്രത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പൊതുവികാരം എന്നുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായി തെളിയിച്ച വ്യക്തിയാണ്. വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി തന്നെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമെന്നും ഇനി അഥവാ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പോലും അദ്ദേഹം ഒരു ഭയം പോലുമില്ലാതെ വളരെയധികം നിർഭയത്വത്തോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ് UDF അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാന ഘടകം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പട നയിച്ചവൻ നാട് നയിക്കട്ടെ, അല്ലെങ്കിൽ കേരളം നയിക്കട്ടെ എന്ന ഒരു മുദ്രാവാക്യവുമായി ഒട്ടുമിക്ക ആളുകളും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം നല്ല ഒരു അറിവുള്ള, നോളേജുള്ള ഒരു വ്യക്തിയായിട്ടാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നല്ല വായനാശീലമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല അഭിമുഖങ്ങളുമൊക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം അദ്ദേഹം ഒരു കർക്കശക്കാരനായ ഒരു വ്യക്തി കൂടിയാണ്. തൻ്റെ നിലപാടിൽ അദ്ദേഹം ആരെയും ഭയക്കാതെ തൻ്റെ നിലപാടിൽ അദ്ദേഹം പലപ്പോഴായി ഉറച്ചു നിൽക്കാറുമുണ്ട്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? പട്ടിണിയാണോ? ദാരിദ്ര്യമാണോ? ഇനി അതുമല്ലെങ്കിൽ വികസനങ്ങളില്ലാത്തതാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വർഗീയതയാണ്. നിങ്ങൾക്കറിയാം, പണ്ട് കാലങ്ങൾ പോലെയല്ല. ഇന്ന് വർഗീയത വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി ഏതു സമയം നോക്കിയാലും പലപ്പോഴും വർഗീയതകൾ മാത്രമേ കാണാൻ സാധിക്കൂ. എന്തിനും ഏതിനും വർഗീയതയാണ്. നിസ്സാരം പോലെ ഒരു ഭയം പോലും ഇല്ലാതെ വർഗീയത ഇങ്ങനെ പല ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. വാ തുറന്നു കഴിഞ്ഞാൽ സദാസമയം വർഗീയത മാത്രം പറയുന്നൊരു വ്യക്തിയാണ്. വളരെയധികം മോശമായ രീതിയിലുള്ള പല പരാമർശങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ പച്ചയായിക്കൊണ്ട് വലിയ രീതിയിലുള്ള വർഗീയത പലപ്പോഴായി തുപ്പിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് PC ജോർജ്. ഇനി മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി. ഈ പറയപ്പെടുന്ന വ്യക്തിക്കും ഏതു സദാസമയവും വർഗീയത മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ന് കേട്ടുകഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് വല്ലാത്ത ഒരു ചൊറിച്ചിലാണ്. മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും ഒക്കെ പലപ്പോഴായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ്, ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിൽ മോശമായ വർഗീയ പരാമർശങ്ങൾ വരുമ്പോൾ താഴേക്കടിയിലുള്ള അവരുടെ അണികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കൊറോണ പോലെ അല്ലെങ്കിൽ വലിയൊരു പകർച്ചവ്യാധി പോലെ അതിവേഗം പടർന്നു പിടിക്കുന്ന ഒന്നാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയതയാണ് നാം എല്ലാവരും തുടച്ചു നീക്കേണ്ടത്. അതിപ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ശരി, ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ശരി, എല്ലാ വർഗീയതയും എല്ലാം നമ്മൾ തുടച്ചു മാറ്റേണ്ടതുണ്ട്. ശക്തമായ നടപടികളും നിലപാടുകളും ഒക്കെ അത്തരം ആളുകൾക്കെതിരെ എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ആർജവമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു ഭരണാധികാരിയായിട്ട് ശ്രീ വി ഡി സതീശൻ മാറട്ടെ. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമല്ല, തിരഞ്ഞെടുപ്പിന് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വേദിയിലിരിക്കെ തന്നെ ശ്രീ വി ഡി സതീശൻ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അത്തരം വർഗീയത പറയുന്നവരെ അകറ്റി നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഏതൊരു പൊളിറ്റീഷ്യനും പറയാൻ ഭയക്കുന്ന ഒരു സെൻസിറ്റീവായ കാര്യം കൂടി പറഞ്ഞു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ശരി, ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ശരി, അതിനെ ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള നിലപാട്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. നമുക്കൊരു നിസ്സാരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, വലിയൊരു സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും പലരും ഭയന്നുകൊണ്ട് പറയാറില്ല.
കാരണം അവരെ വോട്ടിനെ ബാധിക്കും, അവരുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുകൊണ്ട് അവരെല്ലാവരും അത് പറയാൻ പഠിക്കും. പക്ഷേ ഇവിടെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് വോട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തിരഞ്ഞെടുപ്പിൽ തോറ്റാലും കുഴപ്പമില്ല, അത്തരം വർഗീയ ശക്തികളുമായി ഒരു വിധത്തിലുമുള്ള ഒരു യോജിപ്പും ഒരു കൂട്ടുകെട്ടും നടത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമുക്ക് അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒക്കെ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം ഒരു വേദിയിൽ, ആ വേദി എവിടെയാണെന്ന് എനിക്കറിയില്ല, ആ വേദി നിന്നുകൊണ്ട് അദ്ദേഹം പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിലെ കുറേ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെയധികം മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏതാണ് ഏറ്റവും മികവാർന്ന പുരുഷൻ? മികവാർന്ന പുരുഷൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവനാണ് ഏറ്റവും മികവുള്ള പുരുഷൻ. അതാണ് പുരുഷൻ. ഒരു പുരുഷന്റെ മികവ് നിശ്ചയിക്കുന്നത് അവൻ സ്വന്തം ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. മകളുടെ അനുവാദമില്ലാതെ വിവാഹം അരുത് എന്നാണ് പറഞ്ഞത്. സ്ത്രീധനം വാങ്ങിക്കരുത്, പകരം മഹറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. സ്ത്രീധനം വാങ്ങിക്കരുത്. എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്ത്രീധന നിരോധന നിയമങ്ങളെല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായത്? സ്ത്രീധനം വാങ്ങിച്ചു പോകരുത്, സ്ത്രീയാണ് ധനം, മഹർ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും വലിയ സുവർണകാലം പ്രവാചകന് ശേഷമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖലീഫ ഉമറിന്റെ കാലമാണ്. ഖലീഫ ഉമറിന്റെ സദസ്സിൽ ഒരിക്കൽ ഈ മഹർ തുക കുറയ്ക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. അത് അത്ഭുതപ്പെടുത്ത കാര്യം. അന്നത്തെ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. ആ വനിത എഴുന്നേറ്റ് നിന്ന് അതിനെ ഒരു സ്ത്രീ ചോദ്യം ചെയ്തു. മഹർ കുറയ്ക്കാൻ ഭരണാധികാരത്തിക്ക് അധികാരമില്ല, അത് പ്രവാചകൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് മഹർ, അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പലരും ആ സ്ത്രീയെ വിമർശിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു, അല്ലേ? നീതിമാനായ ഭരണാധികാരി. ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നീതിമാനായ ഭരണമാന്മാരായ ഭരണാധികാരികളുടെ മുൻപിലുണ്ടായിരുന്ന ആളാണ് ഖലീഫ ഉമർ. പറഞ്ഞു, അവര് പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല, നമുക്ക് ഭരണകൂടത്തിന് മഹർ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് തീർപ്പുണ്ടാക്കി. അപ്പോൾ ഖലീഫ ഉമറിന്റെ രാജസദസ്സിൽ പോലും സ്ത്രീകൾക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരണാധികാരികളോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, എന്താ ഭരണാധികാരികളോട് പറഞ്ഞത്? നിങ്ങൾ കൂടിയാലോചനകൾക്ക്, ചർച്ചകൾക്ക് ശേഷം വേണം തീരുമാനമെടുക്കാൻ. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികൾ ലോകത്തെമ്പാടും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഭരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഭരണാധികാരികൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്, കൂടിയാലോചനകൾക്ക് ശേഷം, നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഉഹദ് യുദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകനെടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്തു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ അത് അംഗീകരിച്ചു. അയാൾ പറഞ്ഞതാണ് ശരി, അയാൾ എന്നെ തിരുത്തി. അയാളുടെ ആശയം മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം, മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി കേൾക്കണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മുടെ തീരുമാനങ്ങൾ ഒരു ഭരണാധികാരിയും മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കരുത്. അതിനേക്കാൾ വലിയ ജനാധിപത്യ ബോധം എന്താ? നോക്കി, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഭാഷണത്തിൽ നിന്നും അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചൊക്കെ നല്ല ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം മഹാത്മാഗാന്ധി അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാർ ഈ ലോകത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിച്ച ആ ഖലീഫ ഉമറിൻ്റെ ആ ഒരു നീതിയോടുകൂടിയുള്ള ആ ഭരണത്തെക്കുറിച്ചും നീതിമാനായ ആ ഖലീഫ ഉമറിനെ കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹം എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന, വർഗീയതയില്ലാത്ത നല്ലൊരു നേതാവായി, നല്ലൊരു ഭരണാധികാരിയായി, നല്ലൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറട്ടെ.